നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു സുമുഹൂർത്തത്തിൽ കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രത്വേന ഭഗവാൻ കപിലൻ എന്ന പേരിൽ അവതരിച്ചു. സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ അവിടെ ഇറങ്ങി വന്നു. ദേവഹൂതിയോട് പറഞ്ഞു, എന്നിട്ട് ഏഷമാനവി തേ ഗർഭം പ്രവിഷ്ട കൈഡഭർദ്ധന, ഇദ്ദേഹത്തിനെ പുത്രനായി മാത്രം വിചാരിച്ച പോരാ, സാക്ഷാൽ ഭഗവാനാണ് എന്ന് അറിയണം. ഇദ്ദേഹത്തിനെ സർവാത്മനാ ആശ്രയിക്കുക എന്ന എല്ലാ കുരുക്കിൽ നിന്നും അപ്പുറത്ത് ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത്രയും ബോധിപ്പിച്ചത് ശേഷം ബ്രഹ്മാവ് സ്ഥലം വിട്ടു. ഭഗവാൻ മാതാപിതാക്കളോടുകൂടി അവിടെ ഇങ്ങനെ വർത്തിച്ചു. കുറച്ചു കാലം കഴിഞ്ഞു. ദേവഹൂതിയുടെ പുത്രിമാർക്കൊക്കെ വിവാഹപ്രായമായി. ബ്രഹ്മാവിൻ്റെ 9 പുത്രന്മാർ അവിടെ വന്നു. ഈ 9 പുത്രിമാരെയും അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. മരീചി തുടങ്ങിയിട്ടുള്ളവരാണ്, അങ്കിരസ് മുതലായ വലിയ താപസന്മാരാണ് ദേവഹൂതിയുടെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ അവരൊക്കെ വിവാഹിതരായി സ്വന്തം ആശ്രമങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ ഈ വലിയ മണിമാളികയിൽ ആകെ 3 പേര് മാത്രം. കർദമ പ്രജാപതിയുണ്ട്, ദേവഹൂതിയുണ്ട്, പുത്രനായി വന്ന ഭഗവാനും ഉണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കർദമ പ്രജാപതിക്കും തോന്നി, താൻ ഇനി ഈ വിമാനത്തിലിങ്ങനെ താമസിക്കണോ? കാട്ടിൽ പോയി ഈശ്വരനെ ഭരിക്കുക, അതല്ലേ വേണ്ടത്? പക്ഷേ ഈശ്വരൻ തന്നെ തൻ്റെ പുത്രത്വേന ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു ദിക്കിലേക്ക് പോകണോ? ഒരു ദിവസം തൻ്റെ പുത്രൻ്റെ മുമ്പിൽ വീണങ്ങ് നമസ്കരിച്ചു അദ്ദേഹം. പുത്രൻ എന്ന സങ്കല്പത്തോടെയല്ല, ഈശ്വരൻ എന്ന സങ്കല്പത്തോടുകൂടി തന്നെ, പരം പ്രധാനം പുരുഷം മഹാന്തം, സാക്ഷാൽ ഈശ്വരനെ എന്ന പോലെ തന്നെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ആശങ്ക ഉന്നയിച്ചു. ഭഗവാൻ പറഞ്ഞു, അച്ഛന് കാട്ടിലേക്ക് പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവാം, എവിടെ താമസിക്കണു എന്നത് പ്രശ്നമല്ല, ഈശ്വരനെ ഭരിക്കുക അതേ ചെയ്യേണ്ടതുള്ളൂ. താമസം കാട്ടിൽ, വിചാരം മുഴുവനും കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ച്. അങ്ങനെയായാൽ പിന്നെ ആ വനവാസം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇനി അമ്മയുടെ കാര്യം ഓർത്ത് അച്ഛനൊട്ടും വിഷാദിക്കേണ്ടതില്ല, അമ്മയെ ഞാൻ എത്തിക്കേണ്ട ദിക്കിൽ എത്തിച്ചോളാം. ഇത്രയും കേട്ടപ്പോൾ കർദമ പ്രജാപതിക്ക് തീർച്ചയായി ഇനി ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ല എന്ന്. അദ്ദേഹം വനമേവ ജഗാമ, കാട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഒരേകാന്തത്തിലിരുന്ന് അദ്ദേഹം തപസ് ചെയ്ത് പരമപദത്തിൽ എത്തിച്ചേർന്നു. ഭർത്താവും കൂടി പോവുക കഴിഞ്ഞപ്പോൾ ദേവഹൂതിക്ക് കുറച്ചും കൂടി ഏകാന്തത അനുഭവപ്പെടാൻ തുടങ്ങി. ഇതേവരെ 9 പുത്രിമാരുണ്ടായിരുന്നു, ഭർത്താവുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല, വലിയൊരു കുടുംബം, ആകെ 2 പേര് മാത്രം. ഇത്തരം അവസ്ഥ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരുന്നുണ്ട്. വയസ്സായ ഒരച്ഛനും വയസ്സായ ഒരമ്മയും, 70 വയസ്സായ അച്ഛനും 65 വയസ്സായ അമ്മയും, 2 പേരും കൂടി അങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ ഏത് വിഷയത്തിനെക്കുറിച്ചാണ് സംസാരിക്കുക? പല കുടുംബത്തിലും സംസാരിക്കാതിരിക്കുകയാണ് അധികം നല്ലത് എന്നും തോന്നും. അങ്ങനെയാണ്, സംസാരിച്ചു തുടങ്ങിയാൽ 2 പേരും തമ്മിൽ യോജിക്കില്ല ഒരു വിഷയത്തിലും. അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരവസരം കിട്ടിയാൽ മനോരാജ്യം വിചാരിക്കാൻ ധാരാളം സമയമുണ്ടാവും. മനോരാജ്യം വിചാരിക്കാൻ സമയം കിട്ടിയാൽ വേണ്ട പോലെ വിചാരിക്കണം. തൻ്റെ കഴിഞ്ഞുപോയ പ്രതാപത്തിൻ്റെ കാലം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കരുത്, അതൊരിക്കലും തിരിച്ചു വരില്ല. ദേവഹൂതി വിചാരിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്, താൻ ഇത്രയും കാലം ജീവിച്ചു, എന്നിട്ട് നേടേണ്ടത് നേടിയോ, അറിയേണ്ടത് അറിഞ്ഞോ? ഇല്ല. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ലൗകിക ദൃഷ്ട്യാ താൻ ഭാഗ്യവതിയാണ്. കാരണം ഇന്ദ്രിയോത്സവങ്ങളിൽ ആവോളം മുഴുകിയിട്ടുണ്ട്. സാധാരണ മനുഷ്യന് എത്താനാവാത്ത ദിവ്യലോകങ്ങളിൽ പോലും ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്, അവിടുത്തെ സുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഇന്ദ്രിയ സുഖം അനുഭവിച്ചാൽ മാത്രം മതിയോ? പോരാ. അങ്ങനെ ഇന്ദ്രിയോത്സവങ്ങളിൽ മുഴുകാനുള്ളതല്ല ഈ മർത്യജന്മം. പിന്നെയോ പരമപദത്തിൽ എത്തിച്ചേരണം, അതിനുള്ളതാണ് ഈ മനുഷ്യജന്മം. അതിനു വേണ്ടത് താൻ വല്ലതും ചെയ്തുവോ ഇത്തരം കാലത്തിനിടയ്ക്ക്? ഇല്ല. അച്ഛൻ നല്ലൊരു ഭക്തനായിരുന്നു. എന്നും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ടായിരുന്നു. എന്നും അവിടെ സത്സംഗം നടക്കാറുണ്ടായിരുന്നു. ആ സത്സംഗത്തിലൊന്നും
താൻ ചെന്ന് പങ്കെടുക്കേണ്ടയില്ല. അനവധി കാലം തപസ് ചെയ്ത് ഈശ്വരനെ നേരിട്ട് കണ്ട ഒരു യോഗീശ്വരനായിരുന്നു ഭർത്താവ്. അദ്ദേഹത്തിനോടൊപ്പം അനവധി കാലം ജീവിച്ചു. ഇന്ദ്രിയോത്സവങ്ങളിൽ മുഴുകലല്ലാതെ ആ യോഗീശ്വരനായ ഭർത്താവിനോട് പറഞ്ഞോ ഈശ്വരമഹിമ പറഞ്ഞു തരൂ എന്ന് ഉണ്ടായില്ല. തനിക്ക് ആധ്യാത്മികമായ മണ്ഡലത്തിലേക്ക് കടക്കാൻ വേണ്ടുവോളം സൗകര്യം ഉണ്ടായിരുന്നു. കിട്ടിയ സൗകര്യങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞു. ഈ കിട്ടിയ സൗകര്യം പാഴാക്കി കളയുക എന്നത് ജീവിതത്തിലെ വലിയൊരു ദൗർഭാഗ്യമാണ്. എന്നല്ല, ഇത്രയും കാലം ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു. ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന് തൃപ്തി വന്നുവോ? അതുമില്ല. നല്ല കാഴ്ച കണ്ടിട്ട് കണ്ണിന് മതി വന്നിട്ടില്ല. നല്ല ശബ്ദം കേട്ടിട്ട് ചെവിക്ക് തൃപ്തി വന്നിട്ടില്ല. നല്ല ആഹാരം കഴിച്ചിട്ട് നാവിന് തൃപ്തി വന്നിട്ടില്ല. എല്ലാ ഇന്ദ്രിയത്തിൻ്റെയും കഥ അങ്ങനെയാണ്. അനുഭവിച്ച് തൃപ്തി വരിക എന്നതില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കാലമായി ചായ കുടിക്കാൻ തുടങ്ങിയിട്ട്? ഓരോരുത്തരും ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക. എത്ര കാലമായി ചായ കുടിക്കാൻ തുടങ്ങിയിട്ട്? എന്നാ തുടങ്ങിയത്? ഒരു 4-5 വയസ്സുള്ള കാലത്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും ചായ കുടിക്കാൻ. ഇപ്പോൾ വയസ്സ് എത്രയായി? ഇപ്പോൾ വയസ്സ് 75ആയി. എത്ര കൊല്ലം മുടങ്ങാണ്ട് ചായ കുടിച്ചു? 70 കൊല്ലം മുടങ്ങാണ്ട് ചായ കുടിച്ചിട്ടുണ്ട്. മതിയായോ? എന്നല്ല, ചില ആളുകൾക്ക് ആ തത്സമയത്ത് ചായ കിട്ടിയില്ല എന്ന് വെച്ചാൽ തലവേദന എടുക്കും. ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. എല്ലാ ഇന്ദ്രിയത്തിൻ്റെയും കഥ അങ്ങനെയാണ്. അനുഭവിച്ച് തൃപ്തി വരിക എന്നത് ഒരിക്കലും ഇല്ലാത്തതാണ്. കേവലം ഇന്ദ്രിയ തർപ്പണത്തിന് വേണ്ടിയുള്ളതല്ല ഈ ജീവിതം എന്ന് ദേവഹൂതിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ ആവേശത്തിൽ നിന്ന് കരകയറാൻ സാധിക്കണില്ല. തന്നെ ആരെങ്കിലും ഒന്ന് കരകയറ്റിയാൽ നന്നായിരുന്നു എന്ന് ദേവഹൂതിയുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആരുണ്ടാവും? ഇതായി ആലോചന. അർഹതയുള്ള സമയത്ത് ഗുരു മുമ്പിൽ വരും എന്നാണ് അധ്യാത്മശാസ്ത്രം പറയണത്. ഇപ്പോൾ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ദേവഹൂതിയുടെ മുമ്പിൽ ഉള്ളത്. ഒരു ദിവസം ദേവഹൂതി തൻ്റെ പുത്രൻ്റെ മുമ്പിലേക്ക് പുറപ്പെട്ടു. പുത്രൻ എന്ന സങ്കല്പത്തോടുകൂടിയല്ല, തനിക്ക് ഉപദേശം തരേണ്ടുന്ന ഗുരുനാഥൻ എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് ചെന്നത്. എന്നിട്ട് കപിലൻ്റെ മുമ്പിൽ വീണ് അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് ദേവഹൂതി പറഞ്ഞു, നിർവിണ്ണ നിതരം ഭൂമൻ അസദിന്ദ്രിയദർശനാൽ. എനിക്ക് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. അസത്തുകളായ ഇന്ദ്രിയങ്ങളുടെ തൃഷ്ണയിൽ ഞാൻ വന്നുപെട്ടിരിക്കുന്നു. അവിടുന്ന് ആശ്രിതന്മാരുടെ സംസാരമാകുന്ന വൃക്ഷം വെട്ടിക്കളയുന്ന കുഠാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. സാക്ഷാൽ സർവേശ്വരനാണല്ലോ അവിടുന്ന്. അജ്ഞാനികളുടെ അജ്ഞാനത്തിനെ തീർത്തു കൊടുക്കുന്ന സൂര്യനാണ് അവിടുന്ന്. അതും എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഇതാ ഞാൻ സർവാത്മനാ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. എനിക്ക് വേണ്ടത് പറഞ്ഞു തരണം. ഇതാണ് ദേവഹൂതിയുടെ അപേക്ഷ. ഇങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടാവണം. അതിനുവേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയായിരുന്നു. ആധ്യാത്മികമായ ഉപദേശം എല്ലാവർക്കും വാരി വിതറാനുള്ളതല്ല. പിന്നെയോ പ്രപന്നമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ആധ്യാത്മികോപദേശം കൊടുക്കാവൂ എന്നാണ് ശാസ്ത്രം പറയണത്. ഇപ്പോൾ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കാറായി. ഭഗവാൻ പറഞ്ഞു, യോഗ ആധ്യാത്മികപ്പം സമ്മതോ നിശ്രേയസായമേ അത്യന്തോപരതിരിയത്ര ദുഃഖസ്യ ച സുഖസ്യ ച. ഈ സുഖം ദുഃഖം ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥം. ഇന്ദ്രിയത്തിന് അനുകൂലമായതെല്ലാം സുഖം ആണെന്ന് തോന്നും. ഇന്ദ്രിയത്തിന് അനുകൂലമല്ലാത്തതൊക്കെ ദുഃഖം ആണ് എന്നും തോന്നും. സുഖം കഴിഞ്ഞാൽ ദുഃഖമുണ്ടാവും, ദുഃഖം കഴിഞ്ഞാൽ സുഖവും ഉണ്ടാവും. ഇങ്ങനെ ഈ സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കും. ശാന്തി അനുഭവപ്പെടില്ല. അപ്പോൾ മനസ്സിന് ശാന്തി അനുഭവപ്പെടണമെങ്കിൽ എന്ത് വേണം? സുഖവും ദുഃഖവും അല്ലാത്ത ഒരവസ്ഥയിലേക്ക്, രണ്ടിനും അതീതമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അദുഃഖം അസുഖം സമം. ഇതാണ് സുഖദുഃഖങ്ങളല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ. മനസ്സടങ്ങുക, അപ്പോഴാണ് ഏറ്റവും വലിയ ശാന്തി അനുഭവപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും മനസ്സ് ശാന്തമായിരിക്കുന്ന അവസ്ഥ ഏതാ? കിടന്നുറങ്ങണ നേരം. ആ ഉറങ്ങുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പരമാനന്ദം തന്നെയാണ് കേട്ടോ. ഉണർന്നു കഴിഞ്ഞാൽ തോന്നാറില്ലേ എന്ത് ആനന്ദമായിരുന്നു. ആ ഉറങ്ങണ നേരത്ത് നല്ല ആനന്ദമാണ്. കാരണം മനസ്സ് നല്ലോണം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആനന്ദമായിരിക്കുന്നത്. നേരെ മറിച്ചുണ്ട് കേട്ടോ, വല്ലാണ്ട് ദേഷ്യം വരുന്ന സമയത്ത് മനസ്സ് സ്ഥൂലമാവും. അപ്പോൾ അശാന്തിയാണ് അനുഭവപ്പെടുക. അപ്പോൾ മനസ്സിന് അടക്കമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശാന്തി എന്നത് അനുഭവപ്പെടുള്ളൂ. അതാണ് അദുഃഖം അസുഖം സമം. സുഖം ദുഃഖം രണ്ടുമല്ലാത്ത ഒരവസ്ഥയിലേക്ക്. ഉറങ്ങുന്ന സമയത്ത്
ഇന്ദ്രിയത്തിന് ഏതെങ്കിലും പ്രവർത്തനം ഉണ്ടോ? ഇല്ല. കണ്ട് രസിക്കണില്ല, കേട്ട് രസിക്കണില്ല, തൊട്ട് രസിക്കണില്ല, രുചിച്ച് രസിക്കണില്ല. ഒരു ഇന്ദ്രിയത്തിൻ്റെയും അപേക്ഷയില്ല ഉറങ്ങുന്ന സമയത്ത് ഈ ആനന്ദം അനുഭവിക്കാൻ. ഞാൻ എന്നോട് തന്നെ സ്വയം സംവദിച്ചു കൊണ്ടുണ്ടാകുന്ന ഒരു ആത്മാനന്ദമാണ് വാസ്തവത്തിൽ ഈ നിദ്ര എന്ന് പറഞ്ഞാൽ, സുഷുപ്തി എന്നത്. മനസ്സ് അടങ്ങിയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് നല്ല ശാന്തി അനുഭവപ്പെടുന്ന സമയമാണ് ഈ നിദ്ര എന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം തീർച്ച, മനസ്സിനടക്കം വേണം, അപ്പോഴാണ് ശാന്തി അനുഭവപ്പെടുക. അദുഃഖം അസുഖം സമം, സുഖത്തിനും ദുഃഖത്തിനും അപ്പുറത്ത് ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ചേതക്കൽ വസ്യബന്ധായ, പലപ്പോഴും എന്താ പറ്റിപ്പോണതെന്ന് വെച്ചാൽ ഈ മനസ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല രീതിയിലേക്കാവും മനസ്സ് ചെല്ലുക, ചിലപ്പോൾ നേരെ മറിച്ചു ആവും കേട്ടോ. എപ്പോഴും ഈ സംസർഗത്തിൻ്റെ ഗുണദോഷങ്ങളനുസരിച്ചാണ് മനസ്സിൽ ഗുണദോഷങ്ങൾ ഉണ്ടായിത്തീരുക. എന്നും മദ്യപാനികളുമായിട്ടാണ് ഒരാൾക്ക് സംസർഗം നോക്കിയാൽ മദ്യപാനാസക്തി തന്നെത്താൻ വളർന്നു വരും. നേരെ മറിച്ച് നല്ല ഭക്തന്മാരുമായിട്ടാണ് സംസർഗം എന്ന് വെച്ചാലോ, എന്നാൽ ഭക്തിയാണ് മനസ്സിൽ വളർന്നു വരിക. അതുകൊണ്ട് അമ്മേ, ഈ സുഖത്തിനും ദുഃഖത്തിനും അപ്പുറത്തുള്ള ആനന്ദം എന്ന ആ അവസ്ഥയിലേക്ക് എത്തണം എന്ന് വെച്ചാൽ നല്ല ഭക്തന്മാരുമായി സംസർഗത്തിലേർപ്പെടുക. ഇതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഭക്തന്മാരാരാ? തിരീക്ഷവ കാരുണികാഹ സുഹൃത സർവദേഹിനാം. ഭക്തൻ, മഹാത്മാവ്, സാധു, ഇതൊക്കെ പര്യായ പദങ്ങളായിട്ടാണ് ഇവിടെ ഭാഗവതത്തിൽ പ്രയോഗിക്കുന്നത്. അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ചു, കളഭം കുറിയിട്ടു, ഇതുകൊണ്ടൊന്നും ഒരാൾ ഭക്തനാവണില്ല. ഭക്തി ഉണ്ടാവാൻ ഇതൊക്കെ ഒരുപക്ഷെ സഹായകമായി എന്ന് വരാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭക്തൻ്റെ ലക്ഷണങ്ങളിൽ ആദ്യത്തേതായിട്ട് ഭഗവാൻ പറയണത് എന്താ? തിരീക്ഷവഹ, തിരീക്ഷാശക്തി, ക്ഷമിക്കാനുള്ള ശക്തി. അവനവൻ്റെ ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങൾ ചിലപ്പോൾ വന്നു ചേരും, അതൊക്കെ നേരിടാൻ വേണ്ട ശക്തി. മാത്രവുമല്ല, മറ്റുള്ളവർ ചിലപ്പോൾ ഇങ്ങോട്ട് അപരാധം ചെയ്താൽ അത് പൊറുക്കാനുള്ള തയ്യാറെടുപ്പ് അതും വേണം. തിരീക്ഷ എന്നതിൽ രണ്ടും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ തിരീക്ഷവഹ, തിരീക്ഷ വേണം, ക്ഷമാശക്തി. കാരുണികാഹ, എല്ലാവരോടും കരുണയോടെ പെരുമാറുക, എല്ലാവരോടും സൗഹൃദത്തോടെ മാത്രം പെരുമാറുക. ഇങ്ങോട്ട് ആരെങ്കിലും ദ്രോഹിച്ചാൽ പോലും അവനെ ശത്രുവായി ഭാവന ചെയ്യാതെ കണ്ടിരിക്കുക. ഇതൊക്കെയാണ് മഹാത്മാക്കളുടെ ലക്ഷണം. ഇത്തരം മഹാത്മാക്കളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെട്ടാൽ മനസ്സിലെ എല്ലാ ദോഷവും തീരും. മഹത്സമാഗമം കൊണ്ട് മനസ്സിലെ ദോഷം തീരുമോ എന്നതിനെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, വാൽമീകിയുടെ കഥ വളരെ പ്രസിദ്ധമാണല്ലോ. അദ്ദേഹം ആരായിരുന്നു? വെറും കൊള്ളക്കാരനായിരുന്നു. വഴിയെ പോകുന്ന ആളുകളെ കൊള്ള ചെയ്ത് കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന ഒരാൾ. യാദൃച്ഛികമായി കുറച്ചു നേരം മഹർഷിമാരൊരുമിച്ച് സംവദിക്കാനിട വന്നു. അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിന് മരാമര, അതായത് രാമ 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 എന്ന് രാമനാമം ജപിക്കാനിട വന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വാൽമീകത്തിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം ഉയർന്നു വന്നു. അതാണ് വാൽമീകി എന്ന് പേര് വരാൻ തന്നെ കാരണം. കൊള്ളക്കാരൻ വാൽമീകിയായി ഉയർന്നു വന്നു. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു നന്മയുണ്ട്. ഈ നന്മയുടെ വശം തൊട്ടുണർത്താൻ മഹാത്മാക്കൾക്ക് സാധിക്കും. അത്തരം മഹാത്മാക്കളുമായിട്ട് സംസർഗം ഉണ്ടായാൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ വശം ഉണർന്നുണർന്ന് അങ്ങനെ വരും. എല്ലാവരിലുമുണ്ട്, കൊള്ളക്കാരനുണ്ട്, വാൽമീകിയുമുണ്ട്. പക്ഷേ ഓരോരുത്തരെയും വാൽമീകിയായി ഉയർത്തണം, അതിന് എല്ലാവർക്കും കഴിവില്ല. ആ മഹാത്മാക്കളുമായിട്ട് സംസർഗമുണ്ടായാൽ ഒരാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാൽമീകി ഉണർന്നു വരും. സംശയിക്കേണ്ട, മഹത്സമാഗമം കൊണ്ട് ഏത് ദോഷവും തീരും എന്ന കാര്യം തീർച്ചയാണ്. എപ്പോഴും ഈ സംസർഗം കൊണ്ടാണല്ലോ ഈ ഗുണവും ദോഷവും ഉണ്ടായിത്തീരണത്. കരിങ്കല്ലുമ്മൽ മുല്ലപ്പൂവ് ഇങ്ങനെ ഉരച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ മുല്ലപ്പൂവിൻ്റെ സംസർഗം കൊണ്ട് കല്ലിനും കൂടി സുഗന്ധം തന്നെത്താൻ ഉണ്ടാവും. നേരെ മറിച്ച് ദുർഗന്ധമുള്ളൊരു സാധനമാണ് ഉരച്ചതെങ്കിലോ കല്ലിനും ആ ദുർഗന്ധമാണ് ഉണ്ടായിത്തീരുക. ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് മണ്ണിൽ കുഴിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ അത് തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും, മണ്ണിൻ്റെ സംസർഗം കൊണ്ട്. അതേ ഇരുമ്പുമ്മൽ എണ്ണ പുരട്ടി തീയിൽ വെച്ച് പഴുപ്പിച്ചാലോ തുരുമ്പ് പോവും എന്ന് മാത്രമല്ല തീക്കന്നിൽ പോലെ അത് ജ്വലിക്കുകയും ചെയ്യും. തീയിൻ്റെ സംസർഗം കൊണ്ടാണ് ഇത്. അപ്പോൾ എപ്പോഴും ഈ സംസർഗം കൊണ്ട് ഏത് ദോഷവും തീരും എന്നത് തീർച്ച. അപ്പോൾ ദുസ്സംഗത്തിൻ്റെ ദോഷം തീരാൻ സത്സംഗമാണ് വേണ്ടത്. അമ്മയെ, അതുകൊണ്ട് സത്സംഗത്തിൽ ഏർപ്പെടണം. ഭക്തന്മാരുമായിട്ട് മഹാത്മാക്കളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുക. സതാം പ്രസംഗാൽ, നല്ല ഭക്തന്മാരായ മഹാത്മാക്കളായ ആളുകൾ ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ
അവർ ഈശ്വര കഥകൾ ഇങ്ങനെ പറയണത് കേൾക്കാം. ഭഗവാന് മാത്രമായിട്ട് കഥയില്ല. ഭഗവത് കഥ എന്ന് വെച്ചാൽ എന്താ? ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിച്ച കഥയാണ്. ഭക്തന്മാർ ഓരോരോ ആപൽഘട്ടത്തിൽ പെടും. അവർ ഭഗവാനെ വിളിക്കും. ഓരോ രൂപത്തിൽ ചെന്നിട്ടാണ് ഭക്തനെ ഭഗവാൻ സംരക്ഷിക്കുക. ഇങ്ങനെ നിരന്തരം ആപൽഘട്ടങ്ങളിൽ ഭക്തന്മാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മനസ്സ് അറിയാതെ ഭഗവാനിലേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കും. ഒരാൾ എന്ത് ചെയ്തു എന്ന് അറിയണം. അപ്പോഴേ ആളോട് സ്നേഹമോ ബഹുമാനമോ ഉണ്ടാവുള്ളൂ. ഭക്തന്മാരെ അനുഗ്രഹിച്ച ഭഗവാന്റെ കഥകൾ കേട്ടാൽ തന്നെത്താൻ ഭഗവാന് നിനക്ക് ആരാധനാ മനോഭാവം ഉണ്ടാവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഭഗവത് കഥാശ്രവണം എന്നുള്ളത് കർണരസായനാഹ കഥാഹ, രസായനം കുടിക്കുമ്പോഴത്തെ അനുഭൂതിയാവും. ഈ ആയുർവേദത്തിൽ 2 തരം ചികിത്സ ഉണ്ടെന്നാണ് പറയുക. കഷായ ചികിത്സയുണ്ട്, രസായന ചികിത്സയുണ്ട്. കഷായ ചികിത്സ എന്ന് പറഞ്ഞാൽ ചികിത്സ ഒട്ടും മധുര അനുഭവമല്ല. കഷായം എന്ന് പറഞ്ഞാൽ അത് കയ്പുള്ളതാണ്, ചവർപ്പുമൊക്കെ ഉള്ളതാണ്. രസായനം അങ്ങനെയല്ല. മരുന്ന് സേവിക്കുമ്പോഴും നല്ല മധുരം, സേവിച്ചാൽ രോഗം മാറുകയും ചെയ്യും. ഭക്തിമാർഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം വേണ്ടത് എന്താ? ഭഗവത് കഥാശ്രവണം എന്നതാണ്. ഭഗവത് കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രസായനം സേവിക്കുമ്പോഴത്തെ മധുരാനുഭവം കേട്ട് 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 കുറച്ച് കഴിഞ്ഞാലോ തന്നെത്താൻ ഭക്തി ഇങ്ങനെ മനസ്സിൽ വളർന്നു വരലും. ഭക്തി ഉണ്ടാവാനും ഭഗവത് കഥ കേൾക്കണം, ഉണ്ടായ ഭക്തി വളർന്നു വരാനും ഭഗവത് കഥകൾ കേൾക്കുക തന്നെ വേണം. അതിനിടയ്ക്ക് മറ്റൊന്നും കൂടി ശ്രദ്ധിക്കണം. നന്നോ, ഈ ഭഗവത് കഥകൾ കേട്ട് ഉണ്ടായ ഭക്തി അത് ദൃഢപ്പെടുത്തണം. അതിനിടയ്ക്ക് ഭക്തിക്ക് വിരുദ്ധമായ ഏതെങ്കിലും ആരെങ്കിലും പറയണത് കേട്ടാൽ അതിന് ചെവി കൊടുക്കാതെ കണ്ടിരിക്കുകയും കൂടി വേണം. അസേവയായം പ്രകൃതിർ ഗുണാനാം. രോഗം മാറണമെങ്കിൽ എന്തു വേണം? വൈദ്യൻ തന്ന ഔഷധം വേണ്ട പോലെ പ്രയോഗിക്കണം. രോഗത്തിന് വിപരീതമായത് ചെയ്യാതെ കണ്ടിരിക്കുകയും കൂടി വേണം. അത് വേണ്ടേ? മധുരം കഴിക്കരുതെന്ന് പറഞ്ഞാൽ മധുരം കഴിക്കാണ്ടിരിക്കണം, ഉപ്പ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് കഴിക്കാണ്ടിരിക്കണം. ഇതുപോലെ ഭക്തിമാർഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ചും നല്ലപോലെ ശ്രദ്ധിക്കണം. പ്രകൃതി ഗുണങ്ങളെ സേവിക്കാതെ കണ്ടിരിക്കുക. അതേസമയം ഭാഗവത ധർമ്മങ്ങളിലേക്ക് മനസ്സിനെ എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ കേൾക്കേണ്ടത് കേൾക്കണം, അരുതാത്തത് കേൾക്കാതിരിക്കണം. പറയേണ്ടത് പറയണം, അരുതാത്തത് പറയാതെ കണ്ടിരിക്കണം. കാണേണ്ടത് കാണണം, അരുതാത്തത് കാണാതെ കണ്ടിരിക്കണം. ചെന്നെത്തേണ്ട സ്ഥലത്ത് ചെന്നെത്തണം, അരുതാത്ത സ്ഥലത്ത് ചെന്നെത്താതെ കണ്ടിരിക്കണം. ഇത് വിവേകപൂർവം ഒരു ഭക്തൻ ചെയ്യേണ്ടതാണ്. അസേവയായം പ്രകൃതിർ ഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന. ഏതൊന്ന് കേട്ടാൽ, ഏതൊന്ന് കണ്ടാൽ, എവിടെ എത്തിയാൽ ഭക്തി വർദ്ധിക്കുമോ അവിടേക്കെത്തണം, അത് കാണണം, അത് കേൾക്കണം. തദ്വിപരീതമായതിലേക്ക് മനസ്സ് ചെന്നെത്താതെ കണ്ടിരിക്കുകയും കൂടി വേണം. അതുകൊണ്ട് അമ്മേ, ഭക്തിയാണ് ഒരുവനെ ആത്യന്തികമായ ശ്രേയസ്സിലേക്ക് നയിക്കുക. ദേവഹൂതി ചോദിച്ചു, ഭക്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഏത് തരം ഭക്തിയെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്? ഭക്തി 2 തരം എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ അനിമിത്തമായ ഭക്തിയുണ്ട്, സനിമിത്തമായ ഭക്തിയും ഉണ്ട്. സനിമിത്തമായ ഭക്തി എന്താ എന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം നിറവേറാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭരിക്കുക. ഇതാണ് സനിമിത്തമായ ഭക്തി എന്ന് പറഞ്ഞാൽ. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണം, റാങ്ക് കിട്ടണം, അങ്ങനെയുള്ള ചെറിയ കാര്യം. വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗം കിട്ടണം എന്നുള്ളത്. ഇത് അരുതെന്നല്ലാട്ടോ പറഞ്ഞത്, നിഷിദ്ധമൊന്നുമല്ല. ഇത് സനിമിത്തമായ ഭക്തിയാണ്. ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടണം, പ്രൊമോഷൻ കിട്ടിയാൽ പിന്നെ അവനവൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടണം. ഇങ്ങനെയുള്ള ഓരോരോരോ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ സനിമിത്തമായ ഭക്തിയാണ്. എന്നാൽ ഇതല്ലാതെ കണ്ട് അനിമിത്ത ഭാഗവതീ ഭക്തി, അനിമിത്തമായ ഒരു ഭക്തിയുണ്ട്. എന്തിനാണ് ഭഗവാനെ ഭജിക്കണത് അതറിഞ്ഞുകൂടാ. കീർത്തനം പാടണം, നാമം ചൊല്ലണം, ഭാഗവതാദി ഗ്രന്ഥങ്ങൾ വായിക്കണം, ആരെങ്കിലും ഭഗവത് കഥ പറയുമ്പോൾ അത് കേട്ടിരിക്കണം. ആ കേട്ടിരിക്കുമ്പോഴത്തെ ഒരാനന്ദം, നാമം ചെല്ലുമ്പോഴത്തെ ഒരാനന്ദം, കീർത്തനം പാടുമ്പോഴത്തെ ഒരാനന്ദം, അതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ടതില്ല. ഇങ്ങനെ അകാരണമായ ഒരു ഭക്തി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭക്തി ഉണ്ടല്ലോ, അതാണ് ഉത്തമമായ ഭക്തി എന്ന് പറഞ്ഞാൽ. അത്തരം ഭക്തി ആർജിച്ചിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരുന്നാൽ അവരെന്തൊക്കെയാ ചെയ്യുക? അന്യോന്യതോ ഭാഗവതാഹ പ്രസജ്യ. അവരൊരുമിച്ചിരുന്നാൽ ഭഗവത് കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ പ്രഭാവം, ഭഗവാന്റെ കരുണ, ഇത് രണ്ടിനെക്കുറിച്ചും അവർ ആവർത്തിച്ച് പറയും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഈശ്വര കരുണയായിട്ടാണ്, ഈശ്വരാനുഗ്രഹമായിട്ടാണ്,
അവർക്ക് അനുഭവപ്പെടുക. അവർക്ക് ഐശ്വര്യം വന്നാൽ അതും ഈശ്വരാനുഗ്രഹം എന്നാണ് അവർ കരുതുക. നേരെ മറിച്ച് അവർക്ക് എന്തെങ്കിലും നാശനഷ്ടം വന്നാൽ അതും ഈശ്വരാനുഗ്രഹമായിട്ടേ അവർ വിചാരിക്കുള്ളൂ. അങ്ങനെ എപ്പോഴും ഭക്തിഭാവത്തിൽ തന്നെ അങ്ങനെ അവരുടെ മനസ്സിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റേതായ ആനന്ദം എല്ലാ സമയത്തും അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അത്തരം ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഏത് രൂപത്തിലും വരും. അഹം പ്രിയ ആത്മാ സുതശ്ച സഖാ ഗുരു. ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഏത് രൂപത്തിലും ഭഗവാൻ വരും. ഒരു സുഹൃത്തായിട്ട് വരും, ഈശ്വരനായിട്ട് വരും, ബന്ധുവായിട്ട് വരും, യജമാനായിട്ട് വരും, ഏത് രീതിയിലും വരും. അങ്ങനെ വരുമോ ഭഗവാൻ? അത് സംശയിക്കണ്ട. ഇപ്പോൾ ദേവഹൂതിക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കപിലൻ ദേവഹൂതിക്കാരാ? പുത്രനാണ്. പുത്രനാണെന്ന് മാത്രമല്ല, ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗുരുവും കൂടിയാണ്. അർജുനന് ശ്രീകൃഷ്ണൻ ആരായിരുന്നു? കുടുംബബന്ധുവാണ്, അതേസമയം ഗുരുനാഥനും സുഹൃത്തും എല്ലാമാണ്. ഹനുമാന് ശ്രീരാമൻ ആരായിരുന്നു? യജമാനനായിരുന്നു. സുദാമാവിന്, നമ്മുടെ കുചേലന് ശ്രീകൃഷ്ണൻ ആരായിരുന്നു? കൃഷ്ണൻ എൻ്റെ സുഹൃത്ത് എന്നാണ് അദ്ദേഹം പറയാറ്. അപ്പോൾ ഭക്തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഏത് രീതിയിലും ഭഗവാൻ വരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഭഗവാനെ നിരന്തരം സ്മരിക്കണം, ഭഗവാനെ പൂജിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം, ഭഗവത് കഥകൾ വർണ്ണിക്കണം, ഭഗവാനെ ധ്യാനിക്കണം. ഏകാന്ത സ്ഥലത്തിരുന്നു കൊണ്ട് എത്രത്തോളം ഇത് ആവർത്തിച്ച് ചെയ്യണോ അത്രയും മനസ്സ് ഭഗവാൻകിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. ഭഗവാനിലേക്കിങ്ങനെ മനസ്സ് എത്തിക്കൊണ്ടിരുന്നാൽ സാധാരണ നിസ്സാരമായ ലൗകികമായ വിഷയങ്ങൾ ആ മനസ്സിൽ നിന്ന് ഇങ്ങനെ ചോർന്ന് പോവുകയും ചെയ്യും. അതങ്ങനെ അല്ലാതിരിക്കാൻ നിവൃത്തിയില്ല. വടക്കോട്ട് നീങ്ങും തോറും തെക്ക് അകന്നു പോവാതെ കണ്ടിരിക്കില്ലല്ലോ. മനസ്സ് ഈശ്വരങ്കിലേക്ക് ഇങ്ങനെ ചെല്ലുന്തോറും ലോകവിഷയങ്ങൾ ആ മനസ്സിൽ നിന്ന് ചോർന്ന് പോവും. എത്രത്തോളം ലോകവിഷയങ്ങളിലേക്ക് മനസ്സ് ചെല്ലുന്നു അത്രയും അശാന്തി അനുഭവപ്പെടും. നേരെ മറിച്ച് എത്രത്തോളം ഈശ്വരങ്കിലേക്ക് മനസ്സിങ്ങനെ ചെല്ലണോ അത്രയും ശാന്തിയും സമാധാനവും സന്തോഷവും ആനന്ദവും ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം ഇതിന് അടിസ്ഥാനമായി എന്ത് വേണം? സജ്ജനങ്ങളുമായിട്ട് സംസർഗം വേണം. അപ്പോൾ ആദ്യം സത്സംഗം വഴിയായിട്ട് ഈശ്വര കഥാശ്രവണം, ഈശ്വരകഥാകീർത്തനം, നാമസങ്കീർത്തനാദികൾ, തുടർന്ന് ചെയ്യുന്നതെല്ലാം ഈശ്വരപ്രീതിക്ക് വേണ്ടി ഇങ്ങനെ ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിച്ച് മനസ്സിൽ നല്ല പോലെ ഭക്തി വളർന്നു വരിക. അങ്ങനെ നല്ല ഉത്തമ ഭക്തനായാൽ അമ്മേ പിന്നെ ആൾക്ക് ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. പ്രകൃതി ശക്തികളെ പോലും ഭയപ്പെടേണ്ടതില്ല. കൊടുങ്കാറ്റിനെ ഭയപ്പെടേണ്ട, അഗ്നിബാധയെ ഭയപ്പെടേണ്ട. എന്താ കാരണം? അൽഭയാദ്വാദി വാദോയം സൂര്യസ്തപതി മൽഭയാൽ. സർവേശ്വരനെ ഭയപ്പെട്ടിട്ടാണ് കാറ്റ് വീശണത്. ആ ഈശ്വരനെ ഭയപ്പെട്ടിട്ടാണ് സൂര്യനും ചന്ദ്രനും യഥാസമയം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യണത്. അഗ്നി ജ്വലിക്കണതും ഇന്ദ്രൻ യഥാകാലം മഴ പെയ്യണതുമൊക്കെ ആ ഈശ്വരൻ്റെ ആജ്ഞാശക്തി കൊണ്ടാണ്. ആ സർവേശ്വരൻ്റെ ആജ്ഞാശക്തിയെ ചോദ്യം ചെയ്യാനോ ധിക്കരിക്കാനോ ധൈര്യമുള്ള കഴിവുള്ള ഒരാളും ഇന്നേ വരെ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അങ്ങനെയുള്ള സർവേശ്വരൻ്റെ അനുകമ്പയ്ക്ക് അനുഗ്രഹത്തിന് ഒരാൾ പാത്രീഭവിച്ചാൽ ആ ആളെ ദ്രോഹിക്കാൻ ഒരഗ്നിക്കോ ഒരു ഇന്ദ്രനോ ഒരു കൊടുങ്കാറ്റിനോ സാധിക്കില്ല. അതുകൊണ്ട് അമ്മേ, നിർഭയനായി ജീവിക്കണമെന്ന ആഗ്രഹമുള്ളവൻ ഭക്തിമാർഗത്തിലേക്ക് കടക്കുക തന്നെ വേണം. അതിന് സത്സംഗം തന്നെയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അമ്മേ, ഭക്തിയോഗമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് ഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യം, അതിനുതകുന്ന സജ്ജന സംസർഗത്തിൻ്റെ മാഹാത്മ്യം, ഇത് രണ്ടും ഭഗവാൻ കപിലൻ ദേവഹൂതിയെ കേൾപ്പിച്ചു. ദേവഹൂതി ഈ സമയത്ത് ചോദിച്ചു, ഈ പ്രകൃതി പുരുഷൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ എന്ന്. സാഖ്യം എന്ന ദർശനത്തിലാണ് പ്രകൃതി പുരുഷ വിവേകത്തിനെക്കുറിച്ച് വിസ്തരിച്ചിട്ടുള്ളത്. അതാണ് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ കേൾപ്പിക്കാൻ പോണത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.